ഓം ശ്രീ ഗുരുഭ്യോ നമ. SMACT KP അസ്ട്രോ സെൻറ്ററിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം 2026 വർഷത്തിൽ ശനിയുടെ നക്ഷത്രമാറ്റം കൊണ്ട് ചില നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ രാജയോഗം അനുഭവിക്കാൻ കഴിയും. ഈ രാജയോഗം അനുഭവിക്കാൻ പോകുന്ന 9 നക്ഷത്രക്കാരുണ്ട്. അവർക്ക് എപ്രകാരമുള്ള ഫലങ്ങളൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി പറയാം. അതായത് ശനി ഇതുവരെ വ്യാഴത്തിൻ്റെ നക്ഷത്രമായ പൂരോരുട്ടാതിയിൽ നിന്ന് ജനുവരി 20 9:42 ശനിയുടെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് സംക്രമിച്ചിരിക്കുന്നു. ഈ നക്ഷത്രമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് 9 നക്ഷത്രക്കാരാണ്. ഈ 9 നക്ഷത്രക്കാരെ അതിഗംഭീരമായ രാജയോഗത്തോടുകൂടി ശനി ഭഗവാൻ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. കർമ്മത്തിനനുസരിച്ച് ഭാഗ്യം നൽകുന്ന ഗ്രഹമാണ് ശനി. അതുമാത്രമല്ല, വളരെയധികം സത്യസന്ധതയുടെ കാരകനും കൂടിയാണ് ശനി. അതുകൊണ്ട് തന്നെ ശനിയുടെ ഓരോ മാറ്റങ്ങളും അതിപ്രധാനമാണ് എന്നതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടതുള്ളൂ: ഒരിക്കലും സത്യസന്ധത കൈവിടാതിരുന്നാൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും. അതേപോലെ ശനിയുടെ വക്രഗതി മാറിയപ്പോൾ പല വിധത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. 2025 നവംബർ 28 ശനിയുടെ വക്രഗതി മാറിയപ്പോൾ അത് ചില നക്ഷത്രക്കാർക്കാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ശനിയുടെ മാറ്റം പലപ്പോഴും ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും അതേപോലെ തന്നെ കോട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഈ നക്ഷത്രമാറ്റം കൊണ്ട് 9 നക്ഷത്രക്കാർക്ക് ശനി രാജയോഗം കൊണ്ടുവരുന്നു. എന്നാൽ ഏതൊക്കെയാണ് ആ നക്ഷത്രമെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായി വരുന്നത് ഇടവക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാരാണ്. അതായത് കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകീരത്തിൻ്റെ 1, 2 പാദം. ഇവർക്കാണ് ഭാഗ്യം പല കോണിൽ നിന്ന് തേടിയെത്തുന്നത്. വ്യാഴത്തിൻ്റെ മീനൻ രാശിയിൽ നേർഗതിയിൽ സ്വന്തം നക്ഷത്രത്തിൽ സംക്രമിക്കുന്നതിൻ്റെ ഫലമായി പ്രകടമായ നേട്ടങ്ങളൊക്കെ തേടിയെത്തും. ഇതുവരെ നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവർക്ക് പരിഹാരം കാണാൻ സാധിക്കും. എല്ലാവിധ പ്രതിസന്ധികളെയും വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാനൊക്കെ സാധിക്കും. പിന്നെ കർമ്മരംഗത്ത് നേട്ടങ്ങളും മാറ്റങ്ങളും അതുവഴി ഗുണാനുഭവങ്ങളും ഒക്കെ തന്നെ ഇവരെ തേടിയെത്തും. അതോടൊപ്പം തന്നെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും സാധിക്കും. കർമ്മത്തിൻ്റെയും ആയുസ്സിൻ്റെയും ഒക്കെ കാരകനാണ് ശനി ഭഗവാൻ. കർമ്മരംഗത്ത് വരുമാനം ഇരട്ടിയാക്കുന്നതിനും അതുവഴി നേട്ടങ്ങളൊക്കെ വരുത്തുന്നതിനും സഹായിക്കും. ബിസിനസ് പരമായിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നതിനും സാമ്പത്തിക മാറ്റങ്ങൾക്കുമൊക്കെ തുടക്കം കുറിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതുകൂടാതെ സാമ്പത്തിക വർധനവും നിങ്ങൾക്ക് ഉണ്ടാകും. എല്ലാ ബിസിനസ് മാറ്റങ്ങളിലും വളരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ചകൾ നിങ്ങൾക്ക് ജീവിതത്തിലൊക്കെ ഉണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും എല്ലാം തന്നെ പരിഹരിക്കപ്പെടുകയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉയർച്ചയുമൊക്കെ നിലനിൽക്കുകയും ചെയ്യും. വിദേശയാത്രയ്ക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ മാറ്റങ്ങളാണ് തേടിയെത്തുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വലിയ നിക്ഷേപങ്ങൾ ഒക്കെ ഉണ്ടാകും. ഉദ്യോഗപരമായിട്ടുള്ള നല്ല ഉയർച്ചകളും ഉണ്ടാകും. പൊതുവെ ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളാണ് ഈ കാലഘട്ടത്തിൽ അനുഭവിക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ രാജയോഗഫലം കിട്ടുന്ന നക്ഷത്രങ്ങൾ തുലാൻ രാശിയിലുള്ള ചിത്തിര 3, 4 പാദം, ചോതി, വിശാഖത്തിൻ്റെ 1, 2, 3 പാദം എന്നീ 3 നക്ഷത്രക്കാരാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള ശത്രുക്കളുടെ കാര്യത്തിലൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. ശത്രുദോഷത്തിന് പരിഹാരം കണ്ടെത്തുകയും
ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും മാറ്റങ്ങളും ഒക്കെ ശനി ഭഗവാൻ വാരിക്കോരി നൽകുകയും ചെയ്യും. അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക വർധനവൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ സന്താന ഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് സന്താന ഭാഗ്യത്തിന് ഗുണകരമായ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും. സാമ്പത്തിക ലാഭം പല കോണിൽ നിന്നും നിങ്ങളെ തേടിയെത്തും. ബിസിനസ് സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ളതായിരിക്കും. ആഗ്രഹിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളെ മികച്ചതാക്കുന്നതിനൊക്കെ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. ബിസിനസ്സിൽ സാമ്പത്തിക ലാഭങ്ങളും തേടിയെത്തും. ദാമ്പത്യ ജീവിതത്തിലുള്ള നേട്ടങ്ങളും അതുവഴി സന്തോഷകരമായി ജീവിതം നയിക്കുവാനുമൊക്കെ സാധിക്കും. ഈ കൂറിലുള്ള നക്ഷത്രക്കാർക്ക് ശനിയുടെ നക്ഷത്രമാറ്റം കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയർന്ന തരത്തിലുള്ള മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും. അടുത്തതായിട്ട് രാജയോഗം അനുഭവിക്കാൻ പോകുന്നത് മകരക്കൂറിൽ വരുന്ന 3 നക്ഷത്രങ്ങളാണ്. അതായത് ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങളിൽ ജനിച്ചവരാണ്. ഇവർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും. 7.5 ശനിയുടെ കാലം അവസാനിക്കുകയും കഷ്ടകാലത്തിനൊക്കെ അറുതിയാവുകയും ചെയ്ത സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. കടം കൊടുത്ത പണം തിരികെ കിട്ടുകയും കടബാധ്യതയിൽ നിന്നൊക്കെ മോചനം ലഭിക്കുകയും ചെയ്യും. മോചനം ലഭിക്കുന്നതിനും സഹായിക്കും. പരിപൂർണമായി എല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പരിഹാരം കാണാൻ ശനി ഭഗവാൻ നിങ്ങളെ സഹായിക്കും. ധനം പല കോണിൽ നിന്നും വന്നു ചേരുകയും അതുവഴി നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനും ഒക്കെ സാധിക്കും. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ മൂലം അത് ജീവിതത്തിൽ അനുഭവയോഗ്യമാവുകയും അതുവഴി വലിയ നേട്ടങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. കർമ്മരംഗത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ 2026 വർഷത്തിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യവും സാമ്പത്തിക ഉയർച്ചകളും ലാഭനേട്ടങ്ങളുമൊക്കെ തേടിയെത്തുന്നത് മുകളിൽ പറഞ്ഞ ഈ 9 നക്ഷത്രക്കാരാണ്. ഇവർക്ക് രാജയോഗ ഫലങ്ങൾ തന്നെ അനുഭവിക്കാൻ കഴിയും. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ട് കൺസൾട്ടേഷനും ജ്യോതിഷ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ വളരെ ലളിതമായി ജ്യോതിഷം പഠിക്കാൻ സാധിക്കും. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ ചാനലിൽ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.